പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവ്, വിദേശത്തൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന ആൾക്കാരുണ്ട്. ഈശോയെ, പലതരത്തിലുള്ള ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് ചിലയിടത്ത് തോക്കും, ചിലയിടത്ത് കാശ് കൊടുക്കും, ചിലയിടത്ത് ഒരു അംബിഗസായിട്ട് വരും. നടക്കുമോ ഇല്ലേ എന്നൊക്കെ അറിയാൻ പാടില്ലാത്തൊരു കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ട്. അവിടെ കൺഫ്യൂഷൻ എല്ലാം മാറ്റണം ഈശോയെ. പ്രഭാതത്തിൽ അങ്ങയുടെ നാം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ അവിടെ കണ്ണുനീര്, ഞാൻ നിൻ്റെ കണ്ണുനീരെല്ലാം കുപ്പിയിലാക്കി വെച്ചിരിക്കണമെന്ന് പറഞ്ഞില്ലേ, ഞാൻ നിന്നെ എൻ്റെ കൈവെള്ളയിൽ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. കർത്താവെ, നീ ഞങ്ങളോട് കാണിക്കുന്ന കരുണയും കരുതലുമാണത്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും
കർത്താവേ, നിൻ്റെ ചിറകളുടെ ഉള്ളിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു എന്ന സങ്കീർത്തനോട് ചേർന്നുകൊണ്ട് കഷ്ടകാലങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ കൈവെള്ളയിൽ അങ്ങ് സൂക്ഷിക്കുന്നവർ നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന രേഖകൾ ഞങ്ങൾ ജീവിതമാർഗം കണ്ടെത്തുന്ന ഓരോ തൊഴിലിടങ്ങൾ, ഞങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്, ആ അനുഗ്രഹ സ്ഥലങ്ങളെ ഇപ്പോൾ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഉപയോഗിക്കുന്ന ജീവിതമാർഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തൊഴിലിടങ്ങളെ നീ ആശീർവദിക്കണം. അതിൻ്റെ രേഖകളെ, ചിലപ്പോൾ നമ്പർ കിട്ടാത്തവരുണ്ടാകാം, നമ്പർ അതിന് അപേക്ഷിക്കുന്നവരുണ്ടാകാം. ഏതെല്ലാം തരത്തിൽ ഏതെല്ലാം രേഖകളാണ് വേണ്ടത്, ആ രേഖകൾക്കെല്ലാം നിലവിലുള്ള ദോഷങ്ങളെ, തടസ്സങ്ങളെ, കിട്ടാനുള്ള തടസ്സങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ വാഹനങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. നീ ഉപയോഗിക്കുന്ന നീ പോകുന്ന വഴികളെ ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ വാഹനത്തിൻ്റെ, നീ ഹയർ ചെയ്ത വാഹനമായാലും, വാടകയ്ക്കെടുത്ത വാഹനമായാലും, ടാക്സി എടുത്ത വാഹനമായാലും, ഗവൺമെൻറ് വാഹനങ്ങളായാലും, അതെല്ലാം നീ സഞ്ചരിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. ആ വാഹനത്തിന് കുറുകയും നെടുകയും പോകുന്ന മറ്റു വാഹനങ്ങളും തട്ടിപ്പിടി അപകടം ഉണ്ടാകാതിരിക്കാൻ അവൻ നിന്നെ തൻ്റെ തൂവലുകൾക്കുള്ളിൽ മറച്ചുകൊള്ളുമെന്ന് പറഞ്ഞ നിൻ്റെ പാദങ്ങൾ കല്ലിൽ തട്ടാതിരിക്കാൻ ദൂതന് കൽപ്പിക്കുന്നതാണ് ചെയ്ത സംരക്ഷണത്തിൻ്റെ ദൈവം കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകാൻ പോകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു നോട്ട് തരും. എനിക്ക് തോന്നുന്നത് ദൈവമായിട്ട് അത്ര കണ്ട് ബന്ധമില്ലാത്തവർക്കും പരിശുദ്ധാത്മാവ് നോട്ട് കൊടുക്കുന്നുണ്ട്. കാര്യം എന്താണ്, ഇവന് എന്തെങ്കിലും ഇപ്പം ദൈവം ഇല്ലാതെ നടക്കണമെങ്കിലും ഇവന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മോങ്ങി ഇവൻ എൻ്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം നമുക്ക് ഇങ്ങോട്ട് തരുന്നുണ്ട്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളത് മനസ്സിലാക്കണില്ല. എന്താ കാര്യം, നമ്മൾക്ക് അത് ദൈവത്തിൻ്റെ തോന്നിയതായിരിക്കും. അങ്ങനെ തോന്നിയതായിരിക്കുമെന്ന് പറയേണ്ട സംഭവമില്ല മക്കളെ. ഡിസൺമെൻ്റ് ഓഫ് ദി സ്പിരിറ്റ്, ആത്മാവിൻ്റെ വിവേചനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇപ്പം നിങ്ങൾ ഓരോ സ്ഥലത്ത് ഇരുന്ന് പറയത്തില്ലേ, ഇന്ന ആൾ ഇന്ന വിഷയത്തിന് ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ട്, ഈ പ്രാർത്ഥനയിൽ അയാൾ സുഖപ്പെടും, അയാളുടെ രോഗം ഇന്നതാണെന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ കർത്താവ് ഒന്നും സിനിമ പോലെ കാണിച്ചിട്ട് പറഞ്ഞതല്ല, ആന്തരികമായ സൂചനകളാണ്. ആന്തരിക സൂചനകൾ, ആ സൂചനകളെ ഞങ്ങളത് ഒബ്ജക്റ്റീവായിട്ട് എടുക്കും. എന്നിട്ട് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് അത് പറയും. അപ്പം നമുക്കൊരു ആന്തരിക ബോധ്യം കിട്ടും. അത് തോന്നലല്ലത്. ഈ തോന്നൽ ആണ് ഉണ്ടാകണമെങ്കിലും ചില ആൾക്കാർക്ക് ഇത്തിരി കൂടി ദൈവമായിട്ട് സത്യസന്ധമായിട്ട് പോകുന്നവർക്ക് അത് ബോധ്യമായിട്ട് മാറും. അതാണ് വിഷയം. പരിശുദ്ധാത്മാവിൻ്റെ ഈ വോൾട്ടേജ്, ഡിമിനിഷിങ് വോൾട്ടേജ് ഉണ്ട്, ഫുൾ വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ഈ ആത്മാവിനെ നിർവീര്യമാക്കരുതെന്ന് പറയത്തില്ല. 1 തെസ്സലോനിക്ക 5:19. 1 തെസ്സലോനിക്ക 5:19. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട വചനം അത്. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിന് പല ഗ്രേഡ് ഓഫ് പവറുണ്ട്, പവർ സ്റ്റേജ് ഉണ്ട്. ഇപ്പം നിർവീര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ കുറഞ്ഞ് ഇനാക്റ്റീവായിട്ട് വരും. നമ്മളിൽ ലോകാരൂപിയോ ദുഷ്ടാരൂപിയോ കൂടുന്നതനുസരിച്ചുകൊണ്ട് നമ്മളുള്ള പരിശുദ്ധാത്മ ഡിമിനിഷ് ചെയ്ത് വരും. അപ്പോൾ നമുക്കൊരു 30-35% വോൾട്ടേജേ ഉള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളെങ്കിൽ നമുക്ക് വരാവുന്ന പ്രശ്നം ഇതുപോലെ തോന്നലേ വരത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഓർക്കും, എനിക്ക് തോന്നിയായിരിക്കും, അത് അങ്ങനെയൊന്നും അല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കാൻ പോണ. അപ്പോൾ അതൊക്കെ സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്ന് പറഞ്ഞ് നമ്മളത് ആ ഒരു തള്ളിക്കളയും. അപ്പം അത് എപ്പോഴും ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഓർത്തേക്കണം, ദൈവത്തിൽ നിന്ന് വിഷയബന്ധിയായിട്ട് ഒരിക്കലും ദൈവമായിട്ട് നിങ്ങൾ ഒരു റിലേഷൻ സാധ്യമല്ല. വ്യക്തിബന്ധിയായിട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഈ പരിശുദ്ധമായ അൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ശോഭന രാജേന്ദ്രൻ. ഞാൻ വരുന്ന ഇടുക്കി ജില്ലയിലെ ഇരട്ടയാറിൽ നിന്നുമാണ്. എൻ്റെ കൂടെ വന്നിരിക്കുന്ന എൻ്റെ മോനും എൻ്റെ അമ്മയുമാണ്. ഞാനിവിടെ വന്ന ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത 2023 ഓഗസ്റ്റ് 31-നാണ്.
എനിക്ക് കൃപാസനത്തെ പറ്റി ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു. എനിക്ക് ആദ്യമായിട്ടൊരു പ്രാർത്ഥന ഒരാൾ എൻ്റെ അടുത്തുള്ളൊരു കൂട്ടുകാർ തന്ന് അത് ഒരു 3-4 മാസം പ്രാർത്ഥിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കിവിടെ വരാനൊത്തു. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ സാക്ഷ്യം, എൻ്റെ മോൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവൻ ദുബായിൽ പോകാനിരുന്ന സമയത്താണ് ഞാനിവിടെ വന്നത്. അപ്പം ഞാൻ നിയോഗത്തിൽ പരിശുദ്ധ അമ്മയോട് പറഞ്ഞത് എൻ്റെ മോനെ ദുബായിൽ ചെന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന്. അതിൻ്റെ ഫലമായിട്ട് അവൻ ദുബായിൽ ചെന്ന് ഒരു 15 ദിവസം പോലും ആകുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ അമ്മ അവന് നല്ലൊരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് നല്ല സാലറിയോട് കൂടി ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു. പിന്നെ അതുകൂടാതെ അവൻ്റെ താമസ സൗകര്യത്തിന് വേണ്ടി ഞാൻ നിരന്തരം അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ 4 എന്നൊരക്കം എന്നെ കാണിച്ചു തന്നു. ആ 4 എന്ന അക്കം കാണിച്ചു തന്ന് സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ച് ഒരു ദിവസം അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മേ എനിക്ക് താമസ സൗകര്യം ഒത്തു, 1-ാം തീയതി താമസിക്കാൻ പോകാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ 1-ാം തീയതി പോകാൻ ഒത്തില്ല. പരിശുദ്ധ അമ്മ കാണിച്ചു തന്നപോലെ അവിടെ നാഷണൽ ഹോളിഡേ ആയതുകൊണ്ട് അവന് 4-ാം തീയതിയാണ് താമസിക്കാൻ പറ്റിയത്. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയ രോഗസൗഖ്യമാണ്. ഞാനിവിടെ ഉടമ്പടി നിയോഗമായിട്ട് വെച്ചിരുന്ന എൻ്റെ കാലിൽ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം മൂലം എനിക്ക് പുകച്ചിലും കട്ടുകിടപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 10 വർഷത്തോളമായിട്ടുണ്ടായിരുന്നതാണ്. ഒരുപാട് മരുന്നുകൾ വാങ്ങിച്ചു, ആയുർവേദവും ഹോമിയോയും ഇംഗ്ലീഷ് മരുന്നും ഒക്കെ മേടിച്ച മാറ്റമില്ലായിരുന്നു. ഉടമ്പടി നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് നേർച്ച വസ്തുക്കൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചും കൊണ്ടും എനിക്ക് അത് പൂർണ്ണമായിട്ടും മാറ്റി തന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കൈക്ക് വേദന ഉണ്ടായിരുന്നു. കൈ വേദനയ്ക്ക് ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ മരുന്ന് മേടിച്ചു. 1 മാസത്തോളം മരുന്ന് കഴിച്ചിട്ടും വേദന കുറയാതെ വന്നപ്പം ഡോക്ടർ പറഞ്ഞു എന്നാൽ ഒരു മാമോഗ്രാം ചെയ്ത് നോക്കാൻ പറഞ്ഞു. മാമോഗ്രാം ചെയ്തപ്പം 2 ബ്രസ്റ്റേലും തടിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനത് ഇവിടെ പിന്നീട് വന്നപ്പം ഉടമ്പടി നിയോഗത്തിൽ വെക്കുകയും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്ത് നേർച്ച വസ്തുക്കൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് 4 മാസത്തിന് ശേഷം പിന്നീട് സ്കാൻ ചെയ്തപ്പം തടിപ്പ് അവിടെ ഇല്ല, അത് പൂർണ്ണമായിട്ട് മാറ്റി തൊലിക്ക് കട്ടി കൂടിയതുള്ളതെന്ന് ഡോക്ടർ പറഞ്ഞു. മാമോഗ്രാം ചെയ്യേണ്ടി വന്നില്ല, സ്കാൻ ചെയ്യേണ്ടി മാത്രമേ വന്നുള്ളൂ. ആ അസുഖവും മാറ്റി തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. മൂന്നാമതായിട്ട് കിട്ടിയ സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണിത്. ഞാനിതെല്ലാം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് അസുഖങ്ങൾക്കെല്ലാം മാറ്റം കിട്ടിയത്. എന്നും രാവിലെ സ്ഥിരമായിട്ട് ഉപ്പിട്ട വെള്ളം കുടിക്കും, തൈലം തൊട്ട് കുരിശ് വരയ്ക്കും, പ്രാർത്ഥനകൾ മുടങ്ങാതെ ചെയ്യുമായിരുന്നു. പിന്നെ മോനാണേലും ജോലിക്ക് പോയപ്പോൾ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കൂട്ടത്തിൽ ഇവിടുത്തെ കൃപാസന പത്രം വെച്ചിരുന്നു. നേർച്ച വസ്തുവായി ഉപ്പ് കൊടുത്തു വിട്ടു. അതെല്ലാം മുടങ്ങാതെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇതെൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് കിട്ടിയ രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ അത് ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നല്ല, മാതാവായിട്ട് കാണിച്ചു തന്ന് മാറ്റി തന്നാണ്. അമ്മ അവിടെ അടുത്ത് തന്നെ ഒരു ആയുർവേദത്തിൽ മരുന്നിന് പോകുമായിരുന്നു. മരുന്നിന് പോയപ്പോൾ ഒരു ദിവസം അമ്മയോട് ഡോക്ടർ ചോദിച്ചു, അമ്മച്ചിക്ക് തൈറോയ്ഡ് ഉണ്ടോയെന്ന്. അമ്മ പറഞ്ഞു തൈറോയ്ഡ് ഒന്നും ഇല്ലെന്ന്. അപ്പോൾ പണ്ടെപ്പോഴോ നോക്കിയിട്ടുണ്ട്, ഇപ്പം അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലെന്നാണ്. അപ്പോൾ പറഞ്ഞു ഒന്ന് തൈറോയ്ഡ് നോക്കിയാൽ കൊള്ളാം എന്ന് ഡോക്ടർ പറഞ്ഞു. അമ്മ അതത്ര കാര്യമാക്കി എടുത്തില്ല. വീണ്ടും 1 മാസത്തിന് ശേഷം മരുന്ന് ചെയ്തപ്പോൾ ഡോക്ടർ വീണ്ടും അമ്മയോട് പറഞ്ഞു തൈറോയ്ഡ് നോക്കിയോന്ന്. അമ്മ അന്നേരം ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഡോക്ടർ തൈറോയ്ഡ് ഒന്ന് നോക്കിയാൽ സ്കാൻ കൂടി ചെയ്തേക്കാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചെയ്യുവാണെങ്കിൽ ഇവിടെ ചെയ്യണ്ട, ഒന്നെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോകണോ അല്ലെങ്കിൽ കാരിത്താസിൽ പോകണമെന്ന് പറഞ്ഞു. അമ്മ ഇത് വന്ന് എന്നോട് പറഞ്ഞു. ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ ചെന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം അവിടെ അഡ്മിറ്റ് ആയ രോഗികൾക്ക് അവിടെ സ്കാനിങ്ങോ ടെസ്റ്റുകളോ നടത്തുകയുള്ളൂ, വെളിയിൽ നിന്ന് ചെയ്തിട്ട് വരാൻ പറഞ്ഞ് കുറിച്ച് തന്നു. ഞങ്ങളത് ചെയ്യാൻ വന്നപ്പോൾ താമസിച്ചുകൊണ്ട് തൈറോയ്ഡ് നോക്കാൻ മാത്രം കൊടുത്തിട്ട് പോയി. അപ്പോൾ അതിൻ്റെ റിസൾട്ട് മേടിച്ച് ആദ്യം പോയി കണ്ട ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ തൈറോയ്ഡ് നോർമലാണ്, കുഴപ്പമൊന്നുമില്ല, സ്കാൻ ചെയ്തില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു സ്കാൻ ചെയ്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അമ്മ ഒരു സ്വപ്നം കണ്ടു. അമ്മയോട് ഒരു നേഴ്സ് വന്ന് രാത്രി വന്ന് ചോദിക്കുക സ്കാൻ ചെയ്യാൻ പോകുന്നില്ലേന്ന് ചോദിച്ചായിട്ട്. സ്കാൻ ചെയ്യാൻ പോകുന്നില്ലെന്ന് ഒരു നേഴ്സ് ചോദിച്ചെന്ന് പറഞ്ഞ് അമ്മ രാവിലെ വിളിച്ച് എന്നോട് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് ഈ ഉടമ്പടിയിൽ ഇരിക്കുന്നതുകൊണ്ടും സാക്ഷ്യങ്ങൾ കേൾക്കുന്നതുകൊണ്ടും എനിക്ക് അത് മാതാവിൻ്റെ ഒരു സാന്നിധ്യമാണെന്ന് തോന്നി. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രാവിലെ അമ്മയെ വിളിച്ചുകൊണ്ട് സ്കാൻ ചെയ്യാൻ പോയി. സ്കാൻ ചെയ്തപ്പോൾ അറിയുന്ന അമ്മയുടെ തൊണ്ടയിൽ 3 മുഴയുണ്ട്. ഞങ്ങൾ അതുമായിട്ട് മെഡിക്കൽ കോളേജിൽ ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ബയോപ്സിക്ക് എടുക്കണമെന്ന്. ബയോപ്സിക്ക് കൊടുത്തു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ബയോപ്സിക്ക് എടുത്തിട്ട് ഇറങ്ങി വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, 2 തവണ അവർ ഫ്ലൂയിഡ് കുത്തിയെടുത്തു, അതിലൊരു തവണത്തേനകത്ത് മഞ്ഞ കളറിലായിരുന്നേ, ഒന്ന് നല്ല വെള്ളം പോലെ ആയിരുന്നേന്ന് പറഞ്ഞു. അത് അത്ര കാര്യമാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിലൊരു മുഴ സാമാന്യം വലിപ്പമുള്ളത്, അത് ഒരു മാങ്ങ പഴുത്ത് ദ്രവിച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ അതിൻ്റെ പുറം ഇങ്ങനെ ദ്രവിച്ച് പോയിരിക്കുന്നതാണ്. ഇപ്പം നിലവിൽ അത് ക്യാൻസറോ അങ്ങനെയൊന്നും ആയിട്ടില്ല, പക്ഷേ ഒരുപക്ഷെ ഭാവിയിൽ അങ്ങനെ വന്നെന്നും വരാം എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അപ്പോൾ എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് 75 വയസ്സുണ്ടെന്ന് പറഞ്ഞു. സാരമില്ല, ഈ തൈറോയ്ഡ് സ്കാൻ്റെ ക്യാൻസറൊക്കെ സ്പ്രെഡ് ആകുന്ന പതുക്കെയാണ്, ഒരു 10 വർഷമൊക്കെ എടുക്കും, അതുകൊണ്ട് ഇപ്പോൾ അതിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, സർജറി ഒന്നും ചെയ്യണ്ട, സർജനെ കൂടി കണ്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ സർജനെ കൊണ്ട് കാണിച്ചപ്പോൾ അദ്ദേഹം ഇത് കണ്ടിട്ട് 1 മാസം കഴിഞ്ഞ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു.
1 മാസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴും അവർ മരുന്നൊന്നും തന്നു വിട്ടില്ല. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ഒരു 4 മാസത്തോളം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് പേടിയാണ്, മുഴയല്ല ഇനി വളരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഒന്നുകൂടി സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോഴും ചെറുതായിട്ട് വളരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ആ സ്കാൻ ചെയ്തെടുത്ത് തന്നെ ചോദിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലൊന്നും പോയില്ല. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഇവിടെ വന്നപ്പോൾ ഉടമ്പടി നിയോഗത്തിൽ എഴുതി വെച്ചിരുന്നു. അപ്പോൾ കൂടാതെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് പ്രാർത്ഥനാ പുസ്തകം മേടിച്ചുകൊണ്ട് കൊടുത്തു. ഇവിടുത്തെ ഉപ്പും തേനും ഒക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തു. അമ്മ ഇത് കഴിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ടൊരു കഴിഞ്ഞ ഡിസംബർ ആയപ്പോൾ ഞാൻ ഓർത്തു ഒന്നുകൂടി എന്നാൽ സ്കാൻ ചെയ്യാം. അത് മാതാവ് മാറ്റി തന്നു. എന്നാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഞങ്ങൾ പിന്നെ അത് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു അത് വളർന്നിട്ടുണ്ട്, വീണ്ടും മെഡിക്കൽ കോളേജിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പം ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ബയോപ്സിക്ക് അയക്കാൻ പറഞ്ഞു. ബയോപ്സിക്ക് വേണ്ടി കയറ്റി കഴിഞ്ഞ് അവർ ഫ്ലൂയിഡ് കുത്തിയെടുക്കാൻ നോക്കിയപ്പോൾ അവർക്ക് ഫ്ലൂയിഡ് കിട്ടിയില്ല. കിട്ടാതെ വന്നപ്പോൾ അവർ പറഞ്ഞു അമ്മച്ചി ഇതിനകത്ത് ഫ്ലൂയിഡ് കിട്ടുന്നില്ല, ഞങ്ങളിത് അയക്കുവാണ്, 15 ദിവസം കഴിഞ്ഞ് അമ്മച്ചി ഒന്നുകൂടി പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി 15ാമത്തെ ദിവസമായപ്പോൾ അവർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു കിട്ടിയില്ല, റിസൾട്ട് വന്നു, അതിനകത്തൊന്നും കിട്ടിയില്ല, ഒന്നുകൂടി വന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ രണ്ടാമത് ചെന്ന് ആ റിസൾട്ട് മേടിച്ച് ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ ചോദിച്ചു ആരോട് ചോദിച്ചിട്ട് ആ സ്കാൻ ചെയ്തതെന്ന് ചോദിച്ചു. അത് ഞാനാണ് അമ്മയോട് പറഞ്ഞത് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്ത്, അവർ പറഞ്ഞിട്ടല്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു ആരോട് ചോദിച്ചിട്ട് ആ സ്കാൻ ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു അവിടെ അങ്ങനെ ഒരു കുഴപ്പമില്ല, സ്കാൻ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നെന്ന് പറഞ്ഞു. ഒരു മരുന്നും കഴിച്ചിട്ടുമില്ല, അതിപ്പോൾ അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞ് വിട്ടു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 മാസത്തോളമായി അമ്മ യാതൊരു മരുന്നും കഴിച്ചിട്ടില്ല. അതിനായിട്ട് ഇത് ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചല്ലാതെ അമ്മ ഒരു മരുന്നും ഈ തൈറോയിഡിൻ്റെ ഈ പ്രശ്നത്തിന് വേണ്ടി കഴിച്ചിട്ടില്ല. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ ഇഴജന്തുക്കൾ കയറി വരുമായിരുന്നു. അതായത് ഈ കഴിഞ്ഞ 2-3 മാസം മുന്നേ സ്ഥിരമായിട്ട് വീട്ടിലും പരിസരത്തും പാമ്പ് ശല്യം ഒത്തിരി ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും മണ്ണ് കൊണ്ടുവന്ന് ഇടുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു 1-2 മാസമായിട്ട് ഒരു കുഴപ്പമില്ല, അങ്ങനെ ഒന്നിനും കാണാറില്ല. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്ന പത്രം ആദ്യമൊക്കെ എനിക്ക് കൊടുക്കാൻ നല്ല മടിയായിരുന്നു. ഞാൻ ഒന്നും പറയാലാത്തവരെ മുഖം നോക്കിയൊക്കെ കൊടുക്കുള്ളായിരുന്നു. ഇപ്പോൾ പക്ഷെ അങ്ങനെയില്ല. എല്ലാവർക്കും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞ് തന്നെ കൊടുക്കുന്നുണ്ട്. അതിനിപ്പോൾ പത്രം കൊടുക്കുന്ന കാര്യത്തിൽ മടിയില്ല. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയാൻ അവിടെ ഞങ്ങൾക്ക് പോകാൻ എളുപ്പമുള്ള 3-4 അനാഥാലയങ്ങളുണ്ട്. അവിടെ എല്ലായിടത്തും എനിക്ക് കൂട്ടുകാരുണ്ട് അവിടുന്ന് പോകാൻ. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവർ അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാ മാസവും മാറി ഓരോ സ്ഥലത്ത് പോകുകയും അവർക്ക് എന്താ ആവശ്യം എന്ന് അവരോട് പോകുന്നതിന് മുമ്പേ വിളിച്ച് ചോദിക്കുകയും ആവശ്യം അനുസരിച്ച് അവർ പറയുന്ന സാധനം നമ്മൾ മേടിച്ചുകൊണ്ട് കൊടുക്കുകയും പിന്നെ വീടിനടുത്തുള്ള രോഗികളായിട്ടുള്ളവരെ ഡയാലിസിസ് ചെയ്യുന്നവരും ക്യാൻസർ പേഷ്യൻറ്റും അങ്ങനെയുള്ളവരെ പോയി കാണുകയും സഹായം ആവശ്യമുള്ളവർക്ക് നമ്മൾ ആ കഴിയുന്ന സഹായം ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ. പിന്നെ എനിക്ക് അടുത്ത ദിവസം കിട്ടിയ ദൈവാനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ ജൂലൈ 27-ാം തീയതി സന്ധ്യക്കത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാതാവിൻ്റെ രൂപം എടുത്ത് ഷെൽഫിലോട്ട് വെക്കാൻ നോക്കിയപ്പം മാതാവിൻ്റെ ചങ്കയെന്നൊരു ലൈറ്റ് കത്തുന്ന പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് എനിക്ക് തോന്നലാണെന്നറിയാം. ഞാൻ അടുത്തിരുന്ന ഭർത്താവിനെ വിളിച്ചു ചോദിച്ചു. നോക്കിയപ്പോഴത്തേനും ഉണ്ട് ചങ്കേന്ന് ലൈറ്റ് കത്തുന്നുണ്ട്. തലയുടെ അവിടെ നിന്ന് ഒരു വെട്ടവും കണ്ടു. പെട്ടെന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഇത് എന്നാണെന്നറിയാൻ വേണ്ടി ഞാനത് കയ്യിലോട്ടെടുത്ത് നോക്കിയപ്പോൾ മാതാവിൻ്റെ ചങ്കേന്ന് തൈലം ഒഴുകി വന്ന് ഞങ്ങളത് ഞാനും ചേട്ടനും മോളും തൈലം ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 5-ാം തീയതി ആയപ്പോൾ ഇതുപോലെ തന്നെ രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് മാതാവിൻ്റെ ഫോട്ടോ എടുത്ത് തിരിച്ച് വെക്കാൻ തുടങ്ങിയപ്പം ചങ്കിൻ്റെ അവിടെ വന്ന് തൈലം വന്നിങ്ങനെ ഒരു ബൾബ് പോലെ തെളിഞ്ഞ് ഒരു തുള്ളി അങ്ങനെ നിന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഉടമ്പടി പുതുക്കാൻ വരാനായിട്ട് 3 മണിക്ക് 2:30 ആയപ്പം പോരാൻ വേണ്ടി വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പോരാൻ വേണ്ടി മാതാവിൻ്റെ രൂപം എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോരാൻ വേണ്ടി തിരിച്ചെടുത്ത് വെക്കാൻ തുടങ്ങിയപ്പം ഇതുപോലെ തന്നെ തൈലം വന്ന് ചങ്കേന്ന് ഒഴുകി നിൽക്കുന്നതായിട്ട് കണ്ടു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 10-ാം തിരുവചനം. ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നാം അധ്വാനിക്കുന്നതും പോരാടുന്നതും. എല്ലാ മനുഷ്യരുടെയും വിശിഷ്യ വിശ്വാസികളുടെയും രക്ഷകനായ ജീവിക്കുന്ന ദൈവത്തിലാണ് നാം പ്രത്യാശയർപ്പിക്കുന്നത്. ശോഭന രാജേന്ദ്രൻ എന്ന ഈ മകൾ തൻ്റെ അമ്മയോടും മകനോടുമൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് മനുഷ്യനാൽ അസാധ്യമായ കാര്യങ്ങൾ ദൈവത്താൽ സാധ്യമാണ് എന്ന് ഏറ്റുപറയുകയാണ്. ക്രൈസ്തവരായ ഈ മക്കളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് ദൈവപിതാവ് നൽകിയിരിക്കുന്ന ഈ പ്രാർത്ഥനാ പദ്ധതി ഉടൻ പരിഹാരം നൽകുന്ന മരിയൻ ഉടമ്പടി പ്രാർത്ഥനയാണ്. നാം ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കുമ്പോൾ നമ്മുടെ എത്ര തന്നെ സങ്കടങ്ങളുള്ളതായാലും എത്ര തന്നെ പ്രതിസന്ധികളുള്ള കാര്യങ്ങളായാലും അതിനെ പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് വേണ്ടി ജാമ്യം നിന്നുകൊണ്ട് ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചു തരും.
അതിനുവേണ്ടി നമ്മെ മുന്നോടിയായി ഒരുക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ശോഭന ഇവിടെ ഏറ്റുപറഞ്ഞത്. മകൻ്റെ ജോലി സ്ഥലത്ത് അവിടെ ഒരു താമസിക്കാനുള്ള സൗകര്യം ലഭിക്കാതിരുന്ന ഒരു സങ്കട സമയത്ത് അമ്മ പ്രാർത്ഥിക്കുമ്പോൾ 4 എന്ന ഒരക്കം അവരുടെ തിരിയിൽ കാണുകയും അവർക്ക് ആ ഒരു വിശ്വാസം പരിശുദ്ധ അമ്മാതെ അതാ ഞങ്ങൾക്ക് വേണ്ടി ഈശോയിൽ നിന്ന് ആ 4 എന്ന ആ നമ്പറിൽ ആ ഡേറ്റിൽ എന്തോ എനിക്ക് ചെയ്യാൻ പോകുന്നു, അത് അടുത്ത മാസം ആ 4-ാം തീയതി മകനൊരു താമസ സ്ഥലം നൽകി അനുഗ്രഹിച്ചതായി അമ്മ ഇവിടെ ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ ശോഭനയ്ക്കുണ്ടായിരുന്ന വെരിക്കോസ് വെയിൻ, ബ്രസ്റ്റിലെ ലംബ്, അങ്ങനെ എല്ലാ അസുഖങ്ങൾക്കും ഇവർക്കുണ്ടായിരുന്ന ഡോക്ടറിലൂടെ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിലൂടെ മാറിപ്പോകാൻ ഹീൽഡ് ആവാൻ സാധ്യതയില്ലാത്ത രോഗങ്ങളെല്ലാം തന്നെ ഇവരുടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം വിശ്വസ്തതാപൂർവ്വം വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയാണ് അവർക്ക് സൗഖ്യപ്പെട്ടതെന്ന് കൂടി ഏറ്റുപറയുന്നു. അതുപോലെ തന്നെ അമ്മയുടെ തൈറോയിഡിൽ ഉണ്ടായ സമയത്തുണ്ടായ മുഴ പല പ്രാവശ്യം സ്കാൻ ചെയ്തിട്ടും അത് ഒരു പക്ഷേ ഒരു അപകടകരമായ രോഗാവസ്ഥയിലേക്ക് മാറിപ്പോകായിരുന്നു. പക്ഷേ സ്വപ്നത്തിലൂടെ അവർക്കത് വെളിപ്പെടുത്തി കൊടുത്തു. ഇതൊരു രോഗത്തിലേക്കല്ല, പക്ഷേ അതൊരു സൗഖ്യത്തിലേക്കാണ്. ആ സ്വപ്നത്തിലൂടെ ഒരു നേഴ്സ് വന്ന് അവരെ സൗഖ്യപ്പെടുത്തുന്നതായ ആ മുഴ കാണാതായി എന്ന് ശോഭനയോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സാമീപ്യം അവർക്കുണ്ടായത് പല തവണയായി പരിശുദ്ധ അമ്മയുടെ ആ തിരുസ്വരൂപത്തിൽ നിന്ന് അവർക്ക് പ്രകാശം കാണുകയും അവിടെ നിന്ന് വിശുദ്ധ തൈലം ഒഴുകുന്നതായും അവർക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ചതായും ഒക്കെ അവർക്ക് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചു. ഇങ്ങനെയുള്ള അത്ഭുത പ്രതിഭാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ളതാണ്. ആ പരിശുദ്ധ അമ്മയുടെ സാമീപ്യത്തിലൂടെ ഈശോ നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ഈശോ മാത്രമാണ് ഏകരക്ഷകൻ. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് ഇടയിൽ മനുഷ്യരുടെ ഇടയിൽ ഈശോയുടെ നാമം മാത്രമാണ് നമുക്ക് രക്ഷയ്ക്കായിട്ടുള്ളൂ എന്ന് ഏറ്റുപറയാനുള്ള സാധ്യത കൂടി പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും കൂടിയാണ്. ശോഭനയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ കുടുംബത്തിലെ എല്ലാ സങ്കടങ്ങളെയും പ്രതിസന്ധികളെയും രോഗാവസ്ഥകളെയും നമുക്ക് ഉടൻ പരിഹാരം ലഭിക്കേണ്ടതായ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഈ അൾത്താരയിൽ നിർത്തിയതിന് ഈശോയ്ക്കും കൃപാസന മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഡെറി. ഇതെൻ്റെ മക്കൾ സങ്കീർത്ത്, സാന്നിധ്യ, മരിയ. ഞങ്ങൾ യു കെയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ 4 വർഷമായി യു കെയിലാണ്. എൻ്റെ മകന് 13 വയസ്സ്. ഞങ്ങളൊരു 12 വർഷമായിട്ട് അടുത്ത കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് യു കെയിലും യു എയിലും നാട്ടിലുമായി ചെയ്തു. ഒന്നിനും ഒരു ഫലം ഉണ്ടായിരുന്നില്ല. ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സ്, ഹോർമോൺ ഇഞ്ചെക്ഷൻസ് എല്ലാം എടുത്തിരുന്നു. എഗ്ഗ് മെച്യൂരിറ്റി പ്രോബ്ലമാണെന്ന് ഡോക്ടർ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ യു കെയിലെ പാരീഷണറായ അനുചേച്ചിയാണ് ഓൺലൈൻ ഉടമ്പടിയെ പറ്റിയിട്ട് എന്നോട് പറയുന്നത്. ആ ചേച്ചിയുടെ വാക്കുകൾ എനിക്ക് ഒരുപാട് പ്രത്യാശ നൽകി. അങ്ങനെ 2023 ജൂലൈയിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത ഉടനെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചു. ആദ്യമായിട്ട് എനിക്ക് ലഭിച്ച അനുഗ്രഹം യു കെയിൽ ഞങ്ങൾക്കൊരു വീട് വാങ്ങിക്കാൻ വേണ്ടി സാധിച്ചു. ഞങ്ങൾക്ക് ഒരു മെറിറ്റും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ 10% ഡെപ്പോസിറ്റ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓൺലൈൻ ഉടമ്പടി എടുത്ത ഉടനെ 2 ദിവസത്തിനകം ഞങ്ങൾക്കൊരു പേഴ്സണൽ ലോൺ കിട്ടുകയും ഉടനടി വിത്തിൻ 3 മന്തിനുള്ളിൽ തന്നെ ഒരു വീട് വാങ്ങിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. പിന്നെ എൻ്റെ മകൻ്റെ ഒരു അഡ്മിഷൻ്റെ കാര്യമായിരുന്നു. ഒരു 1000 ആപ്ലിക്കേഷൻ ലഭിക്കുന്ന സ്കൂളിൽ 30 കുട്ടികളെ മാത്രം സെലക്ട് കിട്ടുന്ന സ്കൂളിൽ അവന് അഡ്മിഷൻ ലഭിച്ചു. പലരും ഞങ്ങളോട് പറഞ്ഞു, എന്തിനാണ് ആ സ്കൂളിൽ കൊടുത്തത്, നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷേ ഞാൻ ഉടമ്പടിയിൽ വെച്ച ആ ബലത്തിൽ ഫസ്റ്റ് ആ സ്കൂൾ പ്രിഫറൻസ് വെച്ചു. എൻ്റെ മകന് അവിടെ അഡ്മിഷൻ ലഭിച്ചു. ഇത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. 2024 ജൂലൈയിൽ ഞാൻ ഇവിടെ നേരിട്ട് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചു. 2ാമത്തെ കുഞ്ഞിന് വേണ്ടി ഞാൻ വീണ്ടും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി നിബന്ധനകളെല്ലാം കൃത്യമായി പാലിക്കാൻ തുടങ്ങി. നേർച്ച വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ നേരിട്ട് വന്ന് ഉടമ്പടി നിബന്ധനകളെല്ലാം കൃത്യമായി പാലിക്കാൻ തുടങ്ങി.
എല്ലാം കൃത്യമായി പാലിക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്, നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചു. കുമ്പസാരം, കാരുണ്യ പ്രവർത്തികൾ എല്ലാം കൃത്യമായി ഞാൻ പാലിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ 2 പ്രാവശ്യം അച്ഛനെ സ്വപ്നം കണ്ടു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. പിന്നെ 26 എന്നുള്ളൊരു നമ്പർ എൻ്റെ മനസ്സിൽ തോന്നുന്നു. ഞാൻ ആ ദിവസങ്ങളിൽ സാക്ഷ്യങ്ങളിൽ എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഞാനും എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചു, എനിക്കും എൻ്റെ നെക്സ്റ്റ് ബർത്ത്ഡേക്ക് മുമ്പ് എനിക്കൊരു കുഞ്ഞിനെ ലഭിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മേ, എനിക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞാൻ 26 എന്നുള്ളൊരു നമ്പർ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. അതിന് മുമ്പ് എനിക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടും. ഞാൻ ഡേറ്റ് ഇട്ട് മാതാവിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ ഫോട്ടോൻ്റെ പുറകിൽ 26/2 ഫെബ്രുവരി 25 എന്ന് എഴുതിയിട്ടു, പ്രാർത്ഥിച്ചു. ഞാൻ 25-ാം തീയതി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവായിരുന്നു. ഒരുപാട് സന്തോഷമായി. 12 വർഷത്തിന് ശേഷം ഒരു പോസിറ്റീവ് റിസൾട്ട് കണ്ട് സന്തോഷിച്ചു. എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, നീ വിശ്വസിക്കേണ്ട, അത് ചിലപ്പോൾ തെറ്റായിരിക്കും. ഞാൻ പൂർണ്ണമായി മാതാവിൽ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങളുടെ പ്രഗ്നൻസി കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം 9 വീക്കായപ്പോൾ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. പോണ വഴിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് പൂർണ്ണമായും ഉറപ്പായിരുന്നു മാതാവ് എനിക്ക് കുഞ്ഞിനെ തരും, ഒരു പെൺകുഞ്ഞിനെ തന്നെ തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഡയബറ്റിക്സ് ഉണ്ടായിരുന്നു. പക്ഷേ ത്രൂ ഔട്ട് ഒരു വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതെല്ലാം ഞാൻ തരണം ചെയ്തു. അങ്ങനെ എനിക്ക് സിസേറിയൻ ആയിരുന്നു. ആദ്യത്തെ നോർമൽ ആയിരുന്നെങ്കിലും രണ്ടാമത്തെ ഡയബറ്റിക്സ് ഉള്ളതുകൊണ്ട് ബേബിക്ക് വെയിറ്റ് കൂടുതലായിരിക്കും, സിസേറിയൻ വേണമെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. അത് എന്നോട് 22 ഒക്ടോബറിലാണ് എനിക്ക് സിസേറിയൻ വെച്ചത്. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ 21 ഒക്ടോബർ ആയിരുന്നു എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, എൻ്റെ ബർത്ത്ഡേ. 22-നാണ് എനിക്ക് സിസേറിയൻ വെച്ചത്. പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച പോലെ എനിക്ക് 20 ഒക്ടോബറിൽ കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. നോർമലായിരുന്നു, ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നില്ല. 3.2 കിലോ ഉണ്ടായിരുന്നു കൊച്ച്. അങ്ങനെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഈ പ്രവർത്തികൾ ഞാൻ നാട്ടിലേക്ക് എല്ലാ മാസവും പൈസ അയക്കുമായിരുന്നു. ഡയബറ്റിക്സ് പേഷ്യൻസിനും പിന്നെ വീടില്ലാത്തവർക്കുമൊക്കെ ആയിട്ട് എല്ലാ മാസവും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം എനിക്ക് കൊറിയർ വഴി അയക്കുമായിരുന്നു പാരൻസ്. അത് ഇംഗ്ലീഷുകാർക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഇംഗ്ലീഷുകാർക്കും എൻ്റെ അവിടെയുള്ള UK-യിലുള്ള എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമായിരുന്നു. ഈശോയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 16-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, അവിടുത്തെ ഭാഗതയും അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഡെറിനിനോ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഉടമ്പടി എടുക്കാനുള്ള കാരണവും ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് ജീവിക്കുമ്പോൾ തങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുവാനൊക്കെ സാധിക്കുകയത്. 12 വർഷത്തിന് ശേഷം ഒരു മകളെ നൽകി പരിശുദ്ധ അനുഗ്രഹിക്കുകയാണ്. പല വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ കടന്നു പോയെങ്കിലും ആ ട്രീറ്റ്മെൻറ്റുകളെല്ലാം നെഗറ്റീവ് സാധ്യതയിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പരിശുദ്ധമ്മയോട് പൂർണ്ണമായിട്ട് ആശ്രയിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധമ്മ ഇവർക്കൊരു മകളെ നൽകി അനുഗ്രഹിക്കുകയും പല വിധത്തിലുള്ള പ്രതിസന്ധികളുണ്ടായിരുന്നെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാനായിട്ട് പരിശുദ്ധമ്മയുടെ കൃപയോട് ചേർന്നുകൊണ്ട് മാത്രമാണ് ഈ കുടുംബത്തിന് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുക ചെയ്തത്. അതോടൊപ്പം തന്നെയാണെങ്കിലും ഇവർക്കൊരു ഭവനം എന്നത് അത് വളരെയേറെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലവും അനുഗ്രഹമായിട്ട് യാതൊരു വിധമായ പ്രതിസന്ധികളില്ലാതെ കണ്ട് തന്നെ ഒരു ഭവനം വാങ്ങിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. പരിശുദ്ധമ്മയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ വലിയ അനുഗ്രഹം തന്നെയാണ് നമുക്ക് മുമ്പിൽ ഡെറിനിനോ തൻ്റെ അനുഭവസാക്ഷി നമുക്ക് വ്യക്തമാക്കുക. ഇനിയും ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് ജീവിച്ചു പോകുമ്പോൾ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഈ കുടുംബത്തിനെയും മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും